ഹലോ, ജോത്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റി ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ്, ഡൽഹിയിലും അതുപോലെ NCRലും ആണ് ഇപ്പോൾ ഈ നിയമനം ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. ആദ്യത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ENTയിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BSc ഡിഗ്രി ആണ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൽ. അതുകൂടെ തന്നെ റീഹാബിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും വേണം. നിങ്ങൾക്ക് ഇതിന് മന്ത്ലി സാലറി ആയിട്ട് 40,710 റുപ്പീസ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പോസ്റ്റ് 2 വേക്കൻസിയാണ് ഇതിനുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആണ് സയൻസ്, അതുകൂടാതെ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി ആണ്. ഇതിന് നിങ്ങൾക്ക് 25,000 സാലറി ലഭിക്കും. തേർഡ് എന്ന് പറയുന്നത് MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 145 വേക്കൻസീസ് ആണ് ഇതിനുള്ളത്. ഇത് നിങ്ങൾ SSLC പാസ്സാവേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കിത് ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് 18,486 റുപ്പീസ് ആണ് ഇതിന് സാലറി വരുന്നത്. നാലാമത്തെ പോസ്റ്റ് DEO ആണ്. 100 വേക്കൻസീസ് ആണുള്ളത്. ഇത് 12th പാസ്സാവണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പാക്കേജസ് ആയിട്ടുള്ള വേർഡ്, എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കണം. അതായത് ഡേറ്റ എൻട്രി ഓഫീസറാണ്. ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് 22,516 റുപ്പീസ് വരുന്നതാണ്. അടുത്ത PCM ആണ്. ഇതിന് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ലൈഫ് സയൻസിൽ വേണ്ടത്. ഫുൾ ടൈം ആയിരിക്കണം. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ ഫുൾ ടൈം ഇതിൽ വേണ്ടതാണ്. ഇനി അടുത്തത് ഇതിന് എക്സ്പീരിയൻസ് 1 ഇയർ വേണം. അതുപോലെ 30,000 ആയിരിക്കും സാലറി. ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഉണ്ട്. 40 ഇയേഴ്സിൽ ജോയിനിങ് ടൈമിൽ 40 ഇയേഴ്സ് ആവാം, അതിൽ കൂടുതലാവാൻ പാടില്ല. അടുത്ത EMT ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ EMT ബേസിക്, അതുപോലെ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ ആണ്. അതല്ലെങ്കിൽ പ്രീ ഹോസ്പിറ്റൽ ട്രോമ ടെക്നീഷ്യൻ ആണ്. ഇതിന് നിങ്ങൾക്ക് 3 വേക്കൻസി ആണുള്ളത്. ഇതിന് സാലറി ആയിട്ട് 22,516 റുപ്പീസ് വരും. അടുത്ത ഡ്രൈവറാണ്. 2 വേക്കൻസി ആണുള്ളത്. 10th പാസ്സാവണം. അതുപോലെ 3 ഇയർ എക്സ്പീരിയൻസും ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സാലറി 22,516 ആണ്. അടുത്ത MLT ആണ്. 8 വേക്കൻസി ഉണ്ട്. നിങ്ങളെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ MLT ആണ് വേണ്ടത്. 24,440 റുപ്പീസ് ആണ് ഇതിന് സാലറി എന്ന് പറയുന്നത്. അടുത്ത PCC ആണ്. അതിന് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ലൈഫ് സയൻസിൽ വേണം. 7 വേക്കൻസി ഉണ്ട്. ജോയിനിങ് ടൈമിൽ 35 ഇയേഴ്സ് കൂടാൻ പാടുള്ളതല്ല. ഇതിന് സാലറി 24,440 ആണ്. അടുത്ത റേഡിയോഗ്രാഫർ ആണ്. 32 വേക്കൻസി ഉണ്ട്. BSc ഓണേഴ്സ് ആണ് റേഡിയോഗ്രാഫിയിൽ, അല്ലെങ്കിൽ BSc റേഡിയോഗ്രാഫിയുടെ കൂടെ 3 ഇയർ കോഴ്സ് പഠിച്ചിരിക്കണം. 40,710 റുപ്പീസ് ആണ് സാലറി. അടുത്ത ലാബ് അറ്റൻഡൻ്റ് ആണ്. 3 വേക്കൻസി ഉണ്ട്. 12th പാസ്സാണ്. 2 ഇയർ എക്സ്പീരിയൻസ് ലാബിൽ വേണം. 22,516 റുപ്പീസ് ആണ് സാലറി. അടുത്ത ടെക്നോളജിസ്റ്റ് ആണ്. OTയിലാണ്. 37 വേക്കൻസി ആണ്. BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ BSc OT ടെക്നോളജി, അല്ലെങ്കിൽ BSc അനസ്തേഷ്യ ടെക്നോളജി ആണ് വേണ്ടത്. സാലറി 22,516 ആണ്. അടുത്ത റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. 2 വേക്കൻസി ആണുള്ളത്. MSc ആണ്. ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ 29,565 റുപ്പീസ് ആണ് സാലറി. അടുത്ത ഡെവലപ്പർ ആണ്. MCA, BTech അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. 0 to 2 ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ 38,000 ആണ്. അടുത്ത ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലോ വേണം. 24,440 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഇതിന് സാലറി. അതുപോലെ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഹിന്ദി ടു ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫേഴ്സിനെ പഠിച്ചിരിക്കണം, ട്രാൻസ്ലേഷൻ്റെത്. അടുത്തത് അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ ആണ്. 8 വേക്കൻസി ആണുള്ളത്. MSc ഫുഡ് ആൻഡ് ന്യൂട്രീഷനും അതിൻ്റെ കൂടെ 2 ഇയർ എക്സ്പീരിയൻസും വേണം. 26,000 ആണ് ഇതിൻ്റെ സാലറി. അടുത്ത ഫെഡ്ബോട്ടോമിസ്റ്റ് ആണ്. ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. MLTയിലാണ് വേണ്ടത്. 21,970 റുപ്പീസ് ആണ്. 8 വേക്കൻസി ഉണ്ട്. അടുത്ത ഓഫ്താൽമിക് ടെക്നീഷ്യൻ ആണ്. 5 വേക്കൻസി ആണ്. BSc ഓഫ്താൽമിക് ടെക്നിക്കാണ് ഇതിൻ്റെ യോഗ്യത. 31,000 ആണ് ഇതിന് സാലറി. അടുത്ത ഫാർമസിസ്റ്റ് ആണ്. 15 വേക്കൻസി ഉണ്ട്. ഡിപ്ലോമയിൽ ഫാർമസിയും അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും വേണം. ഡിഗ്രി ഇൻ ഫാർമസിയാണ് യോഗ്യത.
24,440 റുപ്പീസാണ് സാലറി. അടുത്ത നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സപ്പോർട്ട് എഞ്ചിനീയർ ആണ്. MSc MTech ആണ് ഇതിന് യോഗ്യത വരുന്നത്. ബയോ ഇൻഫോർമാറ്റിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ. ഏജ് ലിമിറ്റ് 25 to 55 ആണ്. സോ ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 24,440 റുപ്പീസാണ്. സോ നിങ്ങൾ നേരത്തെ ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ലോക്കൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഓൺലൈൻ വേണം അപ്ലൈ ചെയ്യാൻ. ഓൺലൈൻ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.vecil.com അതിനകത്ത് കരിയർ സെക്ഷനിൽ രജിസ്ട്രേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമെയിലോ മൊബൈലിലോ സ്കിൽ ടെസ്റ്റിന്, ഇൻ്റർവ്യൂ, അതിന് ഓൺസൈറ്റ് പെർഫോമൻസിന് ചെക്ക് ചെയ്യുന്നത് പിന്നീടായിരിക്കും. ഫോൺ വഴിയായിരിക്കും, അല്ലെങ്കിൽ മെയിലിലോ ഫോണിലോ ആയിരിക്കും ഈ സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. സോ നിങ്ങൾ ഫൈനൽ സബ്മിഷന് മുമ്പ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. തെറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പാടായിരിക്കും. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഇൻ്റർവ്യൂവിനൊക്കെ കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ. നിങ്ങൾ കാൻഡിഡേറ്റ്സ് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കൊടുക്കുന്നതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം സർട്ടിഫിക്കറ്റ്സിന് കോപ്പീസ് എല്ലാം. സോ നിങ്ങൾ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കോപ്പിയുടെ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MTS ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ഇതിൻ്റെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമറ്റ്ലി 3 times the number of candidates in respect to the number of vacancies ആയിരിക്കും നമ്മുടെ ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിന്. MTSന് അത് 6 times the number of in respect of the vacancy ആണ്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് വരുവാണ് അപ്ലൈ ചെയ്യുമ്പോഴെങ്കിൽ നിങ്ങൾ techquery11@gmail.com മെയിൽ ചെയ്യാം. ഈ ടെക്നിക്കൽ അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ 0120417786 എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ June 12th ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. So all the very best. Thank you. Bye-bye.